വളരെയേറെ വേദനയോടെ അതിലേറെ ദുഃഖത്തോടെയാണ് ഈ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. വളരെ പവിത്രമായി കാണുന്ന ഒരു ആചാരം. ഭക്തജനങ്ങൾ അവർ പ്രാർത്ഥനയോടെ തിരുവാറന്മുളയപ്പന് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് വള്ളസദ്യ. ആ വള്ളസദ്യ നേരുമ്പോൾ അത് ഏത് കരയിലെ വള്ളത്തിനാണ് എന്ന് തീരുമാനിക്കുകയും ആ കരയിൽ പോയി അവരെ ക്ഷണിക്കുകയും വള്ളസദ്യ ദിവസം രാവിലെ ആ കടവിൽ പോയി അവർക്ക് വെറ്റപോലെ കൊടുത്ത് അവരെ ഈ വള്ളസദ്യയ്ക്കായി വീണ്ടും ക്ഷണിക്കുകയും ചെയ്തു. അവർ ഈ ക്ഷേത്രക്കടവിൽ എത്തിക്കഴിയുമ്പോൾ അഷ്ടമംഗല്യവുമായി പോയി അവരെ എതിരേറ്റ് തിരുവാറന്മുളയപ്പൻ്റെ മുന്നിൽ വന്ന് ആ വള്ളത്തിൽ വന്ന കരക്കാർ ആ ഭക്തന് വേണ്ടിയും അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ നല്ലത് വരുത്തുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സദ്യാലയത്തിലേക്ക് കടക്കുകയും ആ വഴിപാട്ടുകാരൻ ആദ്യമായി വിളക്കിന് മുമ്പിൽ വിളമ്പുകയും അതിനുശേഷം ഭക്തർക്ക് വിളമ്പിക്കൊടുക്കുകയും പിന്നീട് അവർ പാടിച്ചോദിക്കുന്ന വിഭവങ്ങൾ അവർക്ക് യഥേഷ്ടം കൊടുക്കുകയും ചെയ്ത് ആ ഭക്തൻ പൂർണ്ണ സംതൃപ്തിയോടുകൂടി തിരുവാറന്മുളയപ്പൻ്റെ മുമ്പിൽ വന്ന് വീണ്ടും ഈ ഭക്തനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്ന ഒരു അനുഷ്ഠാനമാണ് ആറന്മുളയിലെ വള്ളസദ്യ. അതിന് പകരം ദേവസ്വം ബോർഡ് 250 രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റ് വള്ളമില്ല, വള്ളക്കാരില്ല, വഞ്ചിപ്പാട്ടില്ല, ഹോട്ടലിൽ കഴിക്കുന്ന പോലെ വന്ന് കഴിച്ചിട്ട് പോകൂ എന്ന തരത്തിൽ ഈ ആചാരത്തെ, ഈ അനുഷ്ഠാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. തിരുവാറന്മുളയിലെ വള്ളസദ്യ നടത്തേണ്ടത് വള്ളക്കാരാണ്. വള്ളസദ്യ എന്നല്ലേ അതിൻ്റെ പേര്. അപ്പോൾ വള്ളമില്ലാതെ, വള്ളക്കാരില്ലാതെ, വഞ്ചിപ്പാട്ടില്ലാതെ ഒരു വള്ളസദ്യയോ? ഇങ്ങനെയാണോ ദേവസ്വം ബോർഡ് ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടത്? നമ്മൾ ആലോചിക്കണം. ഈ കഴിഞ്ഞ കുറേ കാലമായി ദേവസ്വം ബോർഡിൻ്റെ ചെയ്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തകർക്കുകയും ഭക്തജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കാതെ യഥേഷ്ടം പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇത് പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. 250 രൂപ വെച്ച് ആൾക്കാരിൽ ഈടാക്കിയിട്ട് വള്ളസദ്യ എന്ന പേരിൽ നാമമാത്രമായ വിഭവങ്ങൾ നൽകിയിട്ട് അവരെ പറഞ്ഞയക്കുന്ന ഒരു കബളിപ്പിക്കലാണ് ദേവസ്വം ബോർഡ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ല. പള്ളിയോട സേവാ സംഘം എന്ന് പറയുന്നത് 52 കരകളുടെ കൂട്ടായ്മയാണ്. ആ 52 കരകളിൽ നിന്ന് ആ കരകളിലെ കരനാഥന്മാരും അവിടുത്തെ അംഗങ്ങളും തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഈ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ജനറൽ ബോഡി എന്ന് പറയുന്നത്. ആ ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ വള്ളസദ്യ നടത്തുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ AC-യും AO-യും അതേപോലെ 2 ഭക്തജന പ്രതിനിധികളും അടങ്ങുന്ന ഒരു സമിതി വേണം ഈ വള്ളസദ്യ നടത്താൻ.